ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലെന്തിങ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ പേജ് 122 5ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. 5ാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ഏരിയ ഓഫ് റെഗുലർ പെന്റഗൺ ഓഫ് സൈഡ്സ് 10 സെന്റിമീറ്റർ. പെന്റഗണിന്റെ സൈഡ്സ് 10 സെന്റിമീറ്റർ വീതം. നമ്മള് 3ാമത്തെ ചോദ്യത്തിൽ ഇതുപോലെ ഒരു കണക്ക് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ കാണണം. അപ്പൊ 3 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് ആഡ് ചെയ്താൽ മതിയാവും. നമുക്ക് ഏതൊക്കെ ട്രയാങ്കിൾ? ABC, ACD ആൻഡ് AD. അപ്പൊ ഓരോന്നും നമുക്ക് കാണാം. ഈ ആംഗിൾ 54 ഡിഗ്രി നമുക്ക് 108 ആണ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിപ്പോ 54 വരും. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്തിട്ടുണ്ട് 54 വെച്ച് അല്ലേ. പിന്നെ ഇവിടെ എത്ര വരും? 54. ഇവിടെ 36, ഇവിടെ 36, ഇവിടെ എത്ര വരും? 18 വരും അല്ലേ. അപ്പം ആദ്യത്തെ ചോദ്യത്തില് എടുത്ത അതുപോലെ അങ്ങ് ഓർത്താൽ മതി. അവിടെ 30 സെന്റിമീറ്റർ ആയിരുന്നു, ഇപ്പൊ 10 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ അതേപോലെ തന്നെ അതേപോലെ വരയ്ക്കുകയാണ് കൺസ്ട്രക്ഷൻ ഒക്കെ. പി ഇവിടെ എന്താണ്? ക്യൂ ആയിരുന്നു എടുത്തിരുന്നല്ലേ. ക്യൂ ഇവിടെ 6. അപ്പം നമുക്ക് സൈൻ കോസ് എടുത്ത് AP യും BP യും കണ്ടുപിടിക്കാം. നമുക്ക് ട്രയാങ്കിൾ ABP എടുക്കാം. അതേ പേരുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആംഗിൾ മെഷർ ഒക്കെ നമുക്ക് അറിയാം. ഇൻ ട്രയാങ്കിൾ ABP ഇവിടെ നോക്കിക്കേ, AP കണ്ടുപിടിക്കണം. AP യും BP യും കണ്ടുപിടിക്കണം. അപ്പം എതിർവശം ഇത് കർണം. അപ്പൊ നമുക്ക് ഏത് റേഷ്യോ എടുക്കാം? സൈൻ എടുക്കാം. സൈൻ 54 ഈക്വൽസ് AP ബൈ AB ഈക്വൽസ് AP ബൈ AB ഈസ് 10. സൈൻ 54ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണക്കിൽ ചെയ്തായിരുന്നു. അതിന്റെ വാല്യൂ 0.8090 ഈക്വൽസ് AP ബൈ 10. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AP ഈക്വൽസ് 0.8090 ഇൻറ്റു 10. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഒക്കെ 2 പ്ലേസ് ഡെസിമലൊക്കെ തരികയുള്ളൂ, അല്ലെങ്കിൽ 3 പ്ലേസ്, 4 ഒന്നും തരാറില്ല. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 8 ഒരു ഡെസിമൽ ഇങ്ങോട്ട് മാറും, 8.09 സെന്റിമീറ്റർ എന്ന് എഴുതും. അപ്പൊ നമുക്ക് AP കിട്ടി അല്ലേ. ഇനി AC കണ്ടുപിടിച്ചൂടെ? APയുടെ ഡബിൾ ആണ് AC. AC is equal to 2 into 8.09 equals 18, 8 to 16, 16.18 സെന്റിമീറ്റർ എന്ന് കിട്ടും. AC കിട്ടി നമുക്ക്. പിന്നെ നമുക്ക് BP കിട്ടണം. അപ്പൊ BP കിട്ടാൻ നമുക്ക് എന്തെടുത്താൽ മതി? കോസ് റേഷ്യോ എടുത്താൽ മതി അല്ലേ. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. നമുക്കിനി എന്തോ കണ്ടുപിടിക്കേണ്ട? BP ആണ് അല്ലേ. അപ്പൊ സെയിം ട്രയാങ്കിൾ തന്നെ. എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. കോസ് എടുക്കുക. കോസ് 54 ഈക്വൽസ് BP ബൈ AB ഈക്വൽസ് BP ബൈ 10. കോസ് 54ന്റെ വാല്യൂ 0.5878 ഈക്വൽസ് BP ബൈ 10. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ BP ഈക്വൽസ് 0.5878 ഇൻറ്റു 10 എന്ന് കിട്ടും. 78 ഇൻറ്റു 10. ഒരു പ്ലേസ് ഇങ്ങോട്ട് പോകുമ്പോൾ 5.87 സെന്റിമീറ്റർ എന്ന് കിട്ടും. 2 പ്ലേസ് എടുത്തുള്ളൂ. 3 പ്ലേസ് വേണമെങ്കിൽ എന്താണ് കറക്റ്റ് ചെയ്ത് 2 പ്ലേസ് ആക്കുമ്പോൾ ഇവിടെ 8 വരും. പിന്നെ ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പം 5.87. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? AP, AC, BP ഇതെല്ലാം നമുക്ക് കിട്ടി. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കണ്ടുപിടിച്ചൂടെ? ഈ ട്രയാങ്കിളിന്റെ ഏരിയ
ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ഏതാണ്? എ സി അല്ലേ? ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? വി പി ഈക്വൽ ഹാഫ് ഇൻറ്റു എ സി എത്രയാണ് നമുക്ക് കിട്ടിയത്? 16.18 ഇൻറ്റു ബി പി 5.87. നമുക്ക് കട്ട് ചെയ്യാം. 8.09 8.09 ഇൻറ്റു 5.87. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇത് നിങ്ങൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാൻ നേരത്തെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരുന്നത് 474883 എന്ന് വരും. അപ്പൊ 4 പ്ലേസ് മാറ്റുമ്പോൾ 47. ഇത് നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാം. പിന്നെ ചില കേസിൽ 5.8 എടുക്കുവാണെങ്കിൽ ഇതിന്റെ വാല്യൂ മാറും. 87 വരും. 5.8 എടുക്കുവാണെങ്കിൽ ഈക്വൽ ടു 47.48. ഞാൻ 2 പ്ലേസിന് എഴുതുന്നുള്ളൂ. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 ആഡ് ചെയ്യുമ്പോൾ 9 എന്നാക്കാം. 47.49 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ആക്കി. ഇനി അടുത്ത ട്രയാങ്കിൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡിയും നേരത്തെ കിട്ടിയ അതേ ഏരിയ തന്നെ ആയിരിക്കും. രണ്ടും സെയിം ട്രയാങ്കിൾ അല്ലേ? നോക്കിക്കേ, സെയിം ഡിഗ്രി മെഷർ. ഇവിടെ മാത്രം ഈ ട്രയാങ്കിൾ മാത്രം വ്യത്യാസം. ഈ ആംഗിൾ നമുക്ക് 36, 18 വീതമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ 54. അതുകൊണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ AED ഈക്വൽ നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ 47.49 സെന്റിമീറ്റർ സ്ക്വയർന്ന് എഴുതാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD. ഏരിയ ഓഫ് ട്രയാങ്കിൾ ACD. അപ്പൊ ഇത് കണ്ടുപിടിക്കണേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ നമ്മള് Q അല്ലേ കൊടുത്താൽ AQ കണ്ടുപിടിക്കണം. എന്താണ് AQ കണ്ടുപിടിക്കണം? നോട്ട് ചെയ്താൽ Q. അപ്പൊ AQ കണ്ടുപിടിക്കണമെങ്കിൽ AC നമുക്ക് അറിയാം. ഇത് 90 ആണ്. ഇത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഇത് AQ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അഡ്ജസൻ സൈഡ് ആണ്, ഈ ആംഗിളിന്റെ അഡ്ജസൻ സൈഡ് ആണ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ നമുക്ക് ഏത് റേഷ്യോ എടുക്കാം? കോസ് എടുക്കാം. ഇവിടെ രണ്ടോടെ 18 വീതമാണ്. അപ്പം ഇൻ ട്രയാങ്കിൾ ACQ cos 18 equals adjacent side by hypotenuse. AC is നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. നമുക്ക് നേരത്തെ AC കിട്ടിയായിരുന്നു. എത്രയായിരുന്നു AC? 16.18. അപ്പൊ നമുക്ക് AQ by 16.18 എന്ന് എഴുതാം. cos 18 എത്രയാണ്? cos 18 0.9511. നിങ്ങൾക്ക് എക്സാമിനേഷന് 95 എന്ന് മാത്രമേ തരുള്ളൂ. ഈക്വൽസ് AQ by 16.18. നമ്മൾ ഇവിടെ AQ ഈക്വൽ 0.9511 ഇൻറ്റു 16.18 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 15.388,798 എന്ന് കിട്ടും. നമ്മൾ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് അല്ലെങ്കിൽ 2 ഡെസിമൽ പ്ലേസസ് കറക്റ്റ് ചെയ്യുമ്പോൾ 15.8 ഒന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ 39 എന്ന് കിട്ടും. സെന്റിമീറ്റർ. AQ ഈക്വൽ 15.39 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് കാണാം? ഏരിയ കാണാം.
area of triangle ACD equals half into CD into AQ. Half into CD is 10 into 15.39 5 95 45 4 1 76. അപ്പം നമുക്ക് എന്താ കിട്ടുക? 76.95 എന്ന് കിട്ടും. കറക്റ്റ് ടു 2 decimal place ആക്കിയിരിക്കുക. It is area of triangle ACD equals 76.95 centimeter square. അപ്പൊ നമുക്ക് 3 ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. നമുക്ക് അതങ്ങ് ആഡ് ചെയ്യാം. നമുക്ക് കിട്ടിയ ആൻസർ ഇവിടെ എഴുതി കൂട്ടാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എത്രയാണ് കിട്ടിയത്? 47.49. ACD 76.95. AED 47.49. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. 49 76.95 47.49. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 23 2 9 1 1 2 171 എന്ന് കിട്ടും. ഈക്വൽസ് 171.93 സെന്റിമീറ്റർ സ്ക്വയർന്ന് കിട്ടും. 171.93 സെന്റിമീറ്റർ സ്ക്വയർന്ന് കിട്ടും. അപ്പൊ നമുക്ക് പെന്റഗണിന്റെ ഏരിയ ആയി. ഏരിയ ഓഫ് റെഗുലർ പെന്റഗൺ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പം നമ്മൾ 3 ചോദ്യങ്ങൾ ഈ എക്സസൈസിൽ ഉണ്ടായിരുന്നു. ഈ 3 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.